വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. റിപ്പോർട്ട് തേടി സുപ്രീം കോടതി. ലഖിംപൂരിലെ കർഷകരുടെ കൊലപാതകത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനോട് റിപ്പോർട്ട് തേടി സുപ്രീം കോടതി. ആർക്കെതിരെയൊക്കെ കേസെടുത്തു, എത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്നതെല്ലാം അറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട ലവ്പ്രീത് സിംഗിന്റെ അമ്മയ്ക്ക് എല്ലാ വൈദ്യസഹായവും നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസ് നാളെ പരിഗണിക്കാനായി മാറ്റി. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആർക്കെ, ഇതിൽ വളരെ പ്രധാനമായിരുന്നത് ഈ UP സർക്കാർ കൊലക്കുറ്റവും കലാപാഹനവും ഒക്കെ നടത്തിയെന്ന് FIRൽ ചേർത്തിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ മകനെ അടക്കം അറസ്റ്റ് ചെയ്യാത്തതായിരുന്നു. അത് വലിയ വിവാദവുമായിരുന്നു. ചോദ്യങ്ങളടക്കം ഉന്നയിക്കപ്പെട്ടിരുന്നു. സുപ്രീം കോടതി ഈ വിഷയത്തിലടക്കം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. റിപ്പോർട്ട് എപ്പോഴേക്ക് കൈമാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? നിമി, ഈ സംഭവത്തെ ദൗർഭാഗ്യകരമെന്നാണ് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്. ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നാളെ തന്നെ അറിയിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയത് ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമായി പോയി ഇത് എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മാത്രമല്ല, ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ കാര്യവും ഉത്തർപ്രദേശ് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് കോടതി നിലപാട് അറിയിച്ചത്. നാളെ തന്നെ ഈ സംഭവം ദൗർഭാഗ്യകരമാണ് എന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയും അംഗീകരിക്കുന്നു. എന്നാൽ ഇതിന് ഇങ്ങനെ ഒരു നിലപാട് അംഗീകരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് കോടതിക്ക് അറിയണം. നാളെ തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കും. ആ ഘട്ടത്തിൽ റിപ്പോർട്ട് ഹാജരാക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് എടുത്തു കോടതി പറഞ്ഞിരിക്കുന്നു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ, ചോദ്യം ചെയ്തവരുടെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, ആരെയൊക്കെ കസ്റ്റഡിയിലെടുത്തു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്നത് സംബന്ധിക്കുന്ന വിവരങ്ങൾ എല്ലാം ഒരു സമ്പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടിന്റെ രൂപത്തിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ കൃത്യമായി കോടതി നൽകുന്ന സന്ദേശം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധത്തിലുള്ള വീഴ്ചകളും അനുവദിക്കില്ല എന്നത് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ നിലപാടിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നാളെ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. ഉത്തർപ്രദേശിലെ 2 അഭിഭാഷകരാണ് ഇതിന് ആസ്പദമായ കത്ത് സുപ്രീം കോടതിക്ക് അയച്ചത്. ഈ കത്തുകൾ പരാതിയായി സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുക്കുകയായിരുന്നു. ഈ കേസിലാണ് ഇന്നത്തെ നടപടികൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഉണ്ടായത്. നിമി, ശരി. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. UP സർക്കാരിനോടാണ് സുപ്രീം കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ ഇത് വീണ്ടും പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി വിശദമാക്കിയിട്ടുള്ളത്. സംഭവം ദൗർഭാഗ്യകരമെന്ന് വിശദീകരിച്ച കോടതി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതിൽ റിപ്പോർട്ട് നാളത്തേക്ക് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ലഖിംപൂർ സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മരിച്ച ലവ്പ്രീത് സിംഗിന്റെ കുടുംബം 24നോട് കേന്ദ്രമന്ത്രി അജയ് ശർമ്മ ടേനിയുടെ മകൻ ആശിഷ് മിശ്ര ടേനി അടക്കം കുറ്റവാളികൾക്ക് ഉചിതമായ ശിക്ഷ ലഭിക്കണം, തങ്ങൾക്ക് വേണ്ടത് നീതിയാണെന്നും കുടുംബം പറഞ്ഞു. 19 വയസ്സ് മാത്രമാണ് മരിച്ച ലവ്പ്രീത് സിംഗിനുണ്ടായിരുന്നത്. ലഖിംപൂരിലെ വീട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം നേതാക്കൾ കുടുംബത്തിന് പിന്തുണ അറിയിച്ചിരുന്നു. अकेला लड़का एक्सीडेंट से मतलब कार से गुजर कर मारा गया। राहुल गांधी भी आए हैं और बहुत सारे आए हैं, लेकिन हमारे भाई के हमारे भतीजे को न्याय मिलना चाहिए। भाई को उसको कड़ी से कड़ी सज़ा मिलनी चाहिए। तो दोषी को गिरफ्तार नहीं किया गया अभी तक जी, भी नहीं किया गया है। जल्दी से जल्दी गिरफ्तार होना चाहिए। दोषी अभी फरार घूम रहा है। ലഖിംപൂർ സംഭവം അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചു. അലഹബാദ് ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി പ്രദീപ് കുമാർ ശ്രീവാസ്തവയാണ് അന്വേഷിക്കുക. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞു. കർഷകർക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. आप बताइए, क्या ये है हमारी देश की परंपरा? क्या इसको कहते हैं न्याय? हम सब परिवारों के साथ मिले कल, तीनों परिवारों ने एक ही चीज़ कही, हमें मुआवजा से कोई मतलब नहीं है, हमें न्याय चाहिए, मंत्री को बर्खास्त करना चाहिए और जिसने ये किया है, जो भी अपराधी है, उसको गिरफ्तार करना चाहिए. മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ് ഇനി. സ്കൂൾ ഒരുക്കം തകൃതി. +1 പ്രവേശനത്തിലെ പരാതികൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുൻപ് പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ.
മുഴുവൻ A+ ലഭിച്ച എല്ലാവർക്കും ഇഷ്ടവിഷയം ലഭിക്കും. സ്കൂളുകൾ തുറക്കുമ്പോൾ ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കുമെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. +1 മുഖ്യ അലോട്ട്മെന്റ് ഈ മാസം 23-ന് അവസാനിക്കും. അതിനുശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുന്നോടിയായി ജില്ലാടിസ്ഥാനത്തിൽ പ്രവേശന കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയ്ക്ക് ഉറപ്പു നൽകി. എല്ലാവർക്കും വീടിനടുത്തുള്ള സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കുക സാധ്യമല്ല. ഈ വിജയിച്ച കുട്ടികൾക്കെല്ലാം ഈ താമസിക്കുന്ന വീടിന് ചുറ്റുമുള്ള അപേക്ഷ അപേക്ഷ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്ന ഇതിൽ ചില കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഞാൻ സൂചിപ്പിച്ച പോലെ 23-ാം തീയതി കഴിഞ്ഞ ശേഷം എന്താ കുറവെന്ന് പരിശോധിച്ച് എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് നമുക്ക് അതിന് പരിഹാരം കാണുന്നതിനുള്ള നടപടി സ്വീകരിക്കാം. എല്ലാ വിഷയത്തിനും A+ കിട്ടിയവർക്ക് ഇഷ്ടവിഷയം ലഭിക്കാത്ത സാഹചര്യം സംസ്ഥാനത്ത് നിലവിലില്ലെന്ന് മന്ത്രി രേഖാമൂലം മറുപടി നൽകി. നവംബർ 1-ന് സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികൾക്കായി ഉച്ചഭക്ഷണം ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി. ഉച്ചഭക്ഷണം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖയിൽ കുട്ടികൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം തയ്യാറാക്കി ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് കുട്ടികൾക്ക് അത് വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ എന്ന നിലയിലായിരിക്കും ക്ലാസുകളിലെ ക്രമീകരണം. അവധിയല്ലാത്ത ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളായിരിക്കും. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകളിലെ കുട്ടികളുടെ ക്ലാസ് തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് മാറ്റും. വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷനിൽ സ്വകാര്യ ബസ് ഉടമകളുമായി ഉടൻ ചർച്ച നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. 1-ാം വർഷ ഹയർ സെക്കൻഡറിയിലേക്കുള്ള പ്രധാനപ്പെട്ട അലോട്ട്മെന്റുകൾ പൂർത്തിയാകുമ്പോൾ സർക്കാരിന്റെ പ്രതീക്ഷ കണക്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് സീറ്റുകളും അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകളിലുമാണ് പ്രതീക്ഷ. ഈ പ്രവേശനം പൂർത്തിയാകുമ്പോൾ 38,814 പേർക്ക് മാത്രമേ പ്രവേശനം ലഭിക്കാതെ വരികയുള്ളൂ എന്നാണ് സർക്കാരിന്റെ കണക്ക്. എന്നാൽ 9 ജില്ലകളിൽ അപേക്ഷകരെക്കാൾ വളരെ കുറവാണ് ജില്ലകളിലുള്ള സീറ്റുകളുടെ എണ്ണം. +1 ക്ലാസുകളിലേക്കുള്ള പ്രധാനപ്പെട്ട 2 അലോട്ട്മെന്റുകളും പൂർത്തിയാകുമ്പോൾ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. ഇനി സപ്ലിമെന്ററി ലിസ്റ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സീറ്റുകളുടെയും അപേക്ഷകരുടെയും കണക്കിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അപേക്ഷകരുടെ എണ്ണത്തിൽ നിന്ന് തന്നെ ഈ പ്രതീക്ഷ തുടങ്ങുന്നു. ആകെ അപേക്ഷിച്ചവർ 4,65,219 ആണെങ്കിലും ഇതിൽ 39,489 പേർ മറ്റു ജില്ലകളിലും അപേക്ഷിച്ചവരാണ്. യഥാർത്ഥ അപേക്ഷകർ 4,25,730 മാത്രം. ആദ്യ അലോട്ട്മെന്റിൽ 2,01,489 പേർക്ക് പ്രവേശനം ലഭിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ട 17,065 പേർ പ്രവേശനം തേടിയില്ല. രണ്ടാം അലോട്ട്മെന്റിൽ 68,048 പേർക്കാണ് പ്രവേശനം. ഇവർ എല്ലാവരും പ്രവേശനം നേടിയാലും 2,69,537 പേർക്ക് മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിക്കും. കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി എടുത്താൽ 3,85,530 പേരാണ് +1-ന് പ്രവേശനം നേടിയത്. ഇതനുസരിച്ച് 91,796 പേരാണ് ഈ വർഷം പ്രവേശനത്തിന് ബാക്കിയുള്ളത്. എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശനവും അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റിലേക്കുള്ള പ്രവേശനവും ഇന്ന് തുടങ്ങും. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് വിഭാഗത്തിൽ 71,000 സീറ്റുകളാണുള്ളത്. ഇതും അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റും ചേർന്നാൽ 3,91,921 സീറ്റുകളിൽ പ്രവേശനം നടത്താം. ബാക്കിയുള്ള 33,809 വിദ്യാർത്ഥികൾ പുറത്തു പോകേണ്ടി വരും. ഇവർക്കായി VHSE, പോളിടെക്നിക്, ITI എന്നിവിടങ്ങളിലായി സീറ്റുകളുണ്ടെന്നാണ് സർക്കാർ വാദം. എന്നാൽ വടക്കൻ ജില്ലകളിൽ സീറ്റ് ക്ഷാമം അതിരൂക്ഷമാണ്. പാലക്കാട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 9 ജില്ലകളിൽ അപേക്ഷകരെക്കാൾ വളരെ കുറവ് സീറ്റുകൾ മാത്രമാണുള്ളത്. 24 തിരുവനന്തപുരം. സംസ്ഥാന എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ 47,629 പേർ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. തൃശൂർ സ്വദേശി ഫൈസ് ഹാഷിം 1-ാം റാങ്കും കോട്ടയം സ്വദേശി ഹരിശങ്കർ 2-ാം റാങ്കും നേടി. ഫാർമസി വിഭാഗത്തിൽ തൃശൂർ സ്വദേശി ഫാരിസ് അബ്ദുൽ നാസർ കല്ലയിലും ആർക്കിടെക്ചറിൽ കണ്ണൂർ സ്വദേശി തേജസ് ജോസഫും 1-ാം റാങ്ക് നേടി. പ്രവേശന പരീക്ഷയുടെ മാർക്കിനൊപ്പം ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറും കൂടി പരിഗണിച്ചാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. 73,977 പേർ പരീക്ഷ എഴുതിയതിൽ 51,031 പേർ യോഗ്യത നേടി. 47,629 പേരെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇതിൽ 32,180 പേർ സംസ്ഥാന സിലബസിൽ ഹയർ സെക്കൻഡറി പഠിച്ചവരാണ്. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ഫായിസ് ഹാഷിം 1-ാം റാങ്കും കോട്ടയം പൂവക്കുളം സ്വദേശി ഹരിശങ്കർ 2-ാം റാങ്കും നേടി. എഞ്ചിനീയറിംഗിന് 1-ാം റാങ്ക് ഫെയ്സ് ഹാഷിം, വലിയിൽ ഹൗസ്, വടക്കാഞ്ചേരി, തൃശൂർ. സെക്കൻഡ് റാങ്ക് ഹരിശങ്കർ M, പൂവക്കുളം, കരമല, കോട്ടയം. 3-ാം റാങ്ക്
നയൻ കിഷോർ നായർ. ഫാർമസി വിഭാഗത്തിൽ 60,889 പേരാണ് പരീക്ഷ എഴുതിയത്. 48,556 പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. തൃശൂർ അമലനഗർ സ്വദേശി ഫാരിസ് അബ്ദുൾ നാസർ കല്ലയിൽ 1ാം റാങ്കും ആർക്കിടെക്ചറിൽ കൊട്ടിയൂർ സ്വദേശി തേജസ് ജോസഫ് 1ാം റാങ്കും നേടി. ഫാർമസി ആദ്യത്തെ റാങ്ക് ഫാരിസ് അബ്ദുൾ നാസർ കല്ലയിൽ. സെക്കൻഡ് തേജസ്വിനി വിനോദ്. ആർക്കിടെക്ചർ ഫസ്റ്റ് റാങ്ക് തേജസ് ജോസഫ്. സെക്കൻഡ് റാങ്ക് അമ്രീൻ. 9-ന് വൈകുന്നേരം 4 വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. 11-നാണ് ആദ്യ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ 12 മുതൽ 16-ന് 3 മണിക്കകം ഫീസ് അടയ്ക്കണം. ഇല്ലാത്തവരുടെ ഓപ്ഷൻ റദ്ദാകും. ഓപ്ഷൻ നൽകാത്തവരെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. 25-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാണ് AICTEയുടെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആദ്യ റാങ്ക് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. രാവിലെ 11-ന് PSC ചെയർമാൻ MK സക്കീർ വാർത്താസമ്മേളനത്തിൽ പട്ടിക പ്രസിദ്ധീകരിക്കും. 2 ഘട്ട പരീക്ഷകൾക്കും 13 ദിവസം നീണ്ടുനിന്ന അഭിമുഖത്തിനും ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. 852 പേരാണ് അഭിമുഖത്തിന് യോഗ്യത നേടിയത്. മെയിൻ പരീക്ഷയുടെ 300 മാർക്കും അഭിമുഖത്തിന്റെ 50 മാർക്കും ചേർത്താണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. IASന് സമാനമായി ഒരുമിച്ച് നിയമന ശുപാർശ നൽകി പരിശീലനം നൽകിയാണ് നിയമനം. 3 സ്ട്രീമുകളായാണ് നിയമനം. PSC നടത്തിയ ഏറ്റവും വലിയ പരീക്ഷകളിലൊന്നാണ് KASന്റേത്. കേരളത്തിനെതിരെ വിവാദ പരാമർശവുമായി ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ. കേരളത്തിൽ മാർക്ക് ജിഹാദ് ഉണ്ടെന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ രാകേഷ് കുമാർ പാണ്ഡെയുടെ പരാമർശം. കേരളത്തെ തീവ്രവാദ കേന്ദ്രമാക്കി ചിത്രീകരിക്കാൻ ശ്രമമെന്നും ശക്തമായി പ്രതിഷേധിക്കുമെന്നും SFI. ഡൽഹി സർവകലാശാല പ്രവേശന പരീക്ഷയിൽ ഇത്തവണ ആദ്യ കട്ട് ഓഫിൽ തന്നെ കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയതാണ് പ്രൊഫസർ രാകേഷ് കുമാർ പാണ്ഡെയെ പ്രകോപിതനാക്കിയത്. ഇത് സംഘടിതമായ ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്നും കേരളത്തിൽ ലവ് ജിഹാദ് പോലെ മാർക്ക് ജിഹാദുമുണ്ടെന്നും പ്രൊഫസർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിജയം കണ്ട അതേ ശ്രമം ഡൽഹി സർവകലാശാലയിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രൊഫസർ ആരോപിച്ചു. വിവാദമായ ശേഷവും തന്റെ പരാമർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാകേഷ് കുമാർ പാണ്ഡെ അറിയിച്ചു. പരാമർശത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. കേരളത്തെ തീവ്രവാദ കേന്ദ്രമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പ്രതികരിച്ചു. ഇതിനെതിരായ ശക്തമായി അപലപിക്കുന്നു. ഇതിലെ ശക്തമായ പ്രതിഷേധം നിലവിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരാമർശം പ്രാദേശികവാദവും വംശീയതയുമാണെന്നും പ്രൊഫസർക്കെതിരെ നടപടി വേണമെന്നും പരാമർശം തിരുത്തും വരെ പ്രതിഷേധിക്കുമെന്നും SFI വ്യക്തമാക്കി. RSSുമായി ബന്ധമുള്ള നാഷണൽ ഡെമോക്രാറ്റിക് ടീച്ചേഴ്സ് ഫ്രണ്ടിന്റെ മുൻ പ്രസിഡന്റാണ് വിവാദ പരാമർശം നടത്തിയ രാകേഷ് കുമാർ പാണ്ഡെ. 24 ഡൽഹി. BJP ദേശീയ നിർവാഹക സമിതി പുനഃസംഘടിപ്പിച്ചു. കേരളത്തിൽ നിന്ന് കുമ്മനം രാജശേഖരനും V മുരളീധരനും സമിതിയിൽ, PK കൃഷ്ണദാസ്, E ശ്രീധരൻ എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളാകും. AP അബ്ദുള്ളക്കുട്ടി ദേശീയ ഉപാധ്യക്ഷനായും ടോം വടക്കൻ വക്താവായും തുടരും. ശോഭാ സുരേന്ദ്രനും അൽഫോൺസ് കണ്ണന്താനത്തിനും O രാജഗോപാലനും പട്ടികയിലില്ല. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ പുനഃസംഘടന നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് പദവികൾ ലഭിക്കുന്നുണ്ട്. PK കൃഷ്ണദാസും E ശ്രീധരനും ഒക്കെ പ്രത്യേക ക്ഷണിതാക്കളുമാകുന്നുണ്ട്. എന്താണ് പുതിയ പട്ടിക പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ? നിമ്മി, ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം ശോഭാ സുരേന്ദ്രൻ ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പാർട്ടിയുമായി കലഹിച്ച് ഏതാണ്ട് 1 വർഷത്തിനടുത്ത് പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായാണ് പിന്നീട് മടങ്ങിയെത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സജീവമാവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് വീണ്ടും പഴയതുപോലെ തന്നെ പാർട്ടി വേദികളിൽ അധികം സജീവമല്ലാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ദേശീയ സമിതിയിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് പുറത്താക്കപ്പെട്ട വ്യക്തി അൽഫോൺസ് കണ്ണന്താനമാണ്. 2017 അദ്ദേഹത്തെ ദേശീയ നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തുകയും കേന്ദ്ര സഹമന്ത്രിയും ഒക്കെ ആക്കുകയും ചെയ്തതാണ്. പക്ഷേ അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും പെർഫോമൻസ് മോശം എന്ന് വിലയിരുത്തിയാണ് അദ്ദേഹത്തെയും നീക്കം ചെയ്യാൻ, ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും നീക്കം ചെയ്യാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. O രാജഗോപാൽ പുറത്തുപോയതിന് കാര്യം അദ്ദേഹത്തിന്റെ പ്രായാധിക്യമാണ്. മറ്റ് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം കുമ്മനം രാജശേഖരൻ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് പദവികളൊന്നും തന്നെ പാർട്ടിക്കുള്ളിൽ നിലവിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ദേശീയ നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി V മുരളീധരൻ സ്വാഭാവികമായും ഉൾപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ദേശീയ നിർവാഹക സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടി അദ്ദേഹവും ഈ ദേശീയ നിർവാഹക സമിതിയിൽ ദേശീയ ഉപാധ്യക്ഷനായി തുടരും.
നിർവാഹക സമിതിയിലും ഉണ്ടാകും. ടോം വടക്കൻ വക്താവായി ഉണ്ട് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹം ദേശീയ നിർവാഹക സമിതിയുടെ ഭാഗമാകും. മറ്റു പ്രധാനിയായി ഇതിൽ വരുന്നത് ഇ ശ്രീധരനാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ശേഷം അദ്ദേഹത്തിന് പദവികളൊന്നും നൽകുന്ന സാഹചര്യം ഉണ്ടായില്ല. അത് വലിയ തോതിൽ വിമർശനങ്ങൾക്കിടയാക്കി വരവെയാണ് അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവായി ദേശീയ നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PK കൃഷ്ണദാസിനെയും ദേശീയ നിർവാഹക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വിവാദമാകാൻ സാധ്യത ശോഭാ സുരേന്ദ്രനെ പുറത്താക്കി എന്നുള്ളത് തന്നെയാണ്. അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വിഷയവും BJPയിൽ ചർച്ചയാകും. ശരി ശ്രീകാന്ത്, ദേശീയ നിർവാഹക സമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്. അൽഫോൺസ് കണ്ണന്താനവും ശോഭാ സുരേന്ദ്രനും ഇല്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. സംസ്ഥാനത്തേക്ക് വന്നാൽ പുനഃസംഘടനയിൽ വയനാട് BJPയിൽ പൊട്ടിത്തെറി രൂക്ഷമാണ്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ലളിതാ വത്സനും 9 ജില്ലാ ഭാരവാഹികളും രാജിവെച്ചു. വിവിധ വിഷയങ്ങളിൽ ആരോപണ വിധേയനായ വ്യക്തിയെ BJP ജില്ലാ അധ്യക്ഷനാക്കിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് രാജിവെച്ചവർ പറയുന്നത്. BJP ബത്തേരി നിയോജക മണ്ഡലം കമ്മിറ്റിയും രാവിലെ രാജിവെച്ചിരുന്നു. ആനന്ദ് കൊട്ടില ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആനന്ദ്, ഈ രാവിലെ നിയോജക മണ്ഡലം കമ്മിറ്റി രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ നേതാക്കളുടെ രാജിയും വയനാട്ടിൽ BJPയിൽ ഉണ്ടാകുന്നു. വിവരങ്ങൾ എന്താണ്? നിമി, വയനാട്ടിലെ BJPയിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിലെ കാര്യങ്ങളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ BJPയുടെ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ലളിതാ വത്സനും 9 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും രാജിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് രാവിലെയാണ് ബത്തേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KB മദൻലാലും 13 അംഗ കമ്മിറ്റിയും രാജിവെച്ചത്. നിലവിലെ ജില്ലാ പ്രസിഡന്റ് സജി ശങ്കറിനാണ് നിലവിൽ ഇപ്പോൾ രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് ഈ നേതാക്കളുടെ ജില്ലാ ഭാരവാഹികളുടെ ഉൾപ്പെടെയുള്ള രാജി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഈ പുനഃസംഘടന അതിർത്തി നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. K സുരേന്ദ്രന്റെ പക്ഷത്ത് നിൽക്കുന്ന KV മധുവാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ജില്ലാ പ്രസിഡന്റായി സ്ഥാനമേൽക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ അതിർത്തി ഇവർ അറിയിച്ചിരുന്നു. പക്ഷേ കൃത്യമായി ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴയെ ബന്ധപ്പെട്ട് ആ സമയം മുതൽക്കേ തന്നെ വിവിധ വിഷയങ്ങൾ ഈ നിലവിലുള്ള പ്രസിഡന്റിനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഉന്നയിച്ചുവെങ്കിലും അതിനകത്ത് കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് തന്നെ ഇവർ രാജിവെക്കാനുള്ള തീരുമാനമുണ്ടായത് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് വിവിധ നേതാക്കൾ, കേന്ദ്രമന്ത്രി V മുരളീധരനും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ജില്ലയിൽ എത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ആ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ആനന്ദ് കൊട്ടിലയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് BJPയിലാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറി. മുതിർന്ന നേതാക്കളടക്കം വിഷയത്തിൽ ഇടപെടുമെന്നാണ് ആനന്ദ് വയനാട്ടിൽ നിന്ന് നൽകുന്ന വിവരം. BJP പുനഃസംഘടനയിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാനില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. BJPക്ക് ഒരു അതൃപ്തിയുമില്ല, ഒരു പ്രതിഷേധവുമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഷേധം. ഈ ശിവശങ്കരൻ എന്തുകൊണ്ട് ശിവശങ്കരൻ എന്തുകൊണ്ടാണ് കേസ് ചർച്ചാ പാനൽ പാർട്ടി കാര്യങ്ങള് മാധ്യമങ്ങളോട് പറയാനുള്ള ചർച്ചാ പാനലിൽ നിന്ന് മാറ്റിയത് എന്തുകൊണ്ടാണ്? പാർട്ടി കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാനുള്ളതല്ല. ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ വീണ്ടും ഭീകരാക്രമണം. വെടിവയ്പിൽ 2 അധ്യാപകർ കൊല്ലപ്പെട്ടു. പ്രിൻസിപ്പൽ സതീന്ദർ കൌർ, അധ്യാപകൻ ദീപക് ചാന്ദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ശ്രീനഗറിലെ സംഘം സർക്കാർ സ്കൂളിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പാക് ഏജൻസികളുടെ നിർദ്ദേശ അനുസരണമാണ് ആക്രമണമെന്ന് ജമ്മുകശ്മീർ DGP ദിൽബാഗ് സിംഗ് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, സ്കൂളിലാണ് വെടിവയ്പുണ്ടായിരിക്കുന്നത്. 2 അധ്യാപകർ കൊല്ലപ്പെട്ടു. കൂടുതൽ ആളുകൾക്ക് പരുക്കുണ്ടോ? അത് സംബന്ധിച്ച് വിശദാംശങ്ങളുണ്ടോ? ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് സംബന്ധിച്ച് സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടോ? നിമി, രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ജമ്മു കശ്മീരിലെ ശ്രീനഗറിലെ ഈദ്ഗാഹിലെ സംഘം ഹയർ സെക്കൻഡറി സ്കൂളിൽ നേരെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 11:15 ഭീകരവാദികൾ ഈ സ്കൂളിലെ അധ്യാപകർക്ക് നേരെ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 പേർ, സ്കൂളിന്റെ പ്രിൻസിപ്പളായ സുബുന്ദർ കൗർ, അതോടൊപ്പം തന്നെ അധ്യാപകനായ ദീപക് ചന്ദ് എന്നിവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ പ്രദേശത്ത് സുരക്ഷാ സേന വളയുകയും തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ, അതായത് 48 മണിക്കൂറിനിടെ ജമ്മു കശ്മീരിൽ ഉണ്ടാകുന്ന 5ാമത്തെ ഭീകരാക്രമണമാണ് ഇത്. അതോടൊപ്പം തന്നെ 7 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രിയോടെ പ്രദേശത്തുണ്ടായ ഭീകരാക്രമണത്തിൽ
ഒരു ഫാർമസിസ്റ്റ്, അതോടൊപ്പം തന്നെ ഒരു ബീഹാർ സ്വദേശിയായ ഒരു വഴിവാണിഭക്കാരൻ എന്നിവരുൾപ്പെടെ 3 പേരാണ് മരിച്ചത്. തുടർച്ചയായി പ്രദേശവാസികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. പ്രാദേശിക ഭീകരവാദികൾ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം പുറമേ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം നടത്തുന്നത് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. പ്രധാനമായും ജമ്മു കശ്മീരിൽ തുടർച്ചയായി കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഭീകരാക്രമണങ്ങൾ എല്ലാം തന്നെ പ്രദേശവാസികളായ ജമ്മു കശ്മീരിൽ ശ്രീനഗറിലാണ് ഇത്തരത്തിൽ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. 2 അധ്യാപകരാണ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പരിസ്ഥിതി വിഷയങ്ങളിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിന് സ്വമേധയാ കേസെടുക്കാമെന്ന് സുപ്രീം കോടതി. ട്രിബ്യൂണലിന്റെ അധികാരം വിപുലമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് കോടതി തള്ളി. കേരളത്തിലെ ക്വാറി ദൂരപരിധിയുമായി ബന്ധപ്പെട്ട ഹർജികൾ അടക്കമുള്ളവയാണ് കോടതി പരിഗണിച്ചത്. പരിസ്ഥിതി വിഷയങ്ങളിൽ വിശാലമായ അധികാരം ഹരിത ട്രിബ്യൂണലിനുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. എന്നാൽ സ്വമേധയാ കേസെടുത്ത് ഉത്തരവിറക്കാനുള്ള അധികാരമില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. ഹരിത ട്രിബ്യൂണൽ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന പരിസ്ഥിതി ട്രിബ്യൂണൽ നിയമത്തിൽ സ്വമേധയാ കേസെടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. NGT നിയമത്തിൽ ഈ അധികാരം ഒഴിവാക്കിയെന്ന് അമിക്കസ് ക്യൂറിയും കോടതിയെ അറിയിച്ചു. കേരളം കൊണ്ടുവന്ന ചട്ടങ്ങൾ നിലനിൽക്കുന്നതിനാൽ ട്രിബ്യൂണലിന് ക്വാറി ദൂരപരിധി വിഷയം പരിഗണിക്കാൻ അധികാരമില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട്. 2015 രൂപീകരിച്ച ചട്ടങ്ങളിൽ ജനവാസ കേന്ദ്രവും ക്വാറിയുമായുള്ള കുറഞ്ഞ ദൂരപരിധി 50 മീറ്ററാണ്. ദൂരപരിധി വിഷയത്തിൽ ക്വാറി ഉടമകളുടെ നിലപാടിനോട് യോജിക്കുന്നതായും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാദം തള്ളിയ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കാനുള്ള ഹരിത ട്രിബ്യൂണലിന്റെ അവകാശം ഇല്ലാതാകില്ലെന്ന് വ്യക്തമാക്കി. മാധ്യമ വാർത്തകളടക്കം അടിസ്ഥാനമാക്കി ഹരിത ട്രിബ്യൂണലിന് സ്വമേധയാ കേസെടുക്കാം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ അന്വേഷണത്തിൽ കൂടുതൽ സമയം തേടി ED. പോലീസിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുകയാണെന്ന് ED. 2 ആഴ്ചത്തെ സമയമാണ് ED ആവശ്യപ്പെട്ടത്. സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാനാണ് കൂടുതൽ സമയം ആവശ്യപ്പെട്ടത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ED അന്വേഷണം വളരെ മന്ദഗതിയിലായിരുന്നു. ഇപ്പോൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണോ ED? ഇതിന് വിശദീകരണമായി പറയുന്നത് എന്താണ്? കൊടകര കുഴൽപ്പണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയതിനു ശേഷം പലതവണ ഈ കേസിൽ ED അന്വേഷണം മാറ്റിവെച്ചിരുന്നു. ഇഡിയുടെ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ EDയോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവർക്ക് ആ വിഷയത്തിൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവർ പറഞ്ഞത് പോലീസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവർ അത് പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനുണ്ട് എന്ന് കഴിഞ്ഞ പലതവണ അവർ പറഞ്ഞതുമാണ്. ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കുകയും ആ ഘട്ടത്തിലും കൂടുതൽ സമയം ED നീട്ടിച്ചോദിക്കുകയും ചെയ്തു. 2 ആഴ്ചത്തെ സമയം കൂടിയാണ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാനായി ചോദിച്ചിട്ടുള്ളത്. ഈ കേസിൽ നിലവിൽ ED അവരുടേതായ കണ്ടെത്തലായി പറയുന്നത്, അത് ഒഫീഷ്യലായി പറയുന്നതല്ല, അല്ലാതെ പറയുന്നത് EDക്ക് നേരിട്ട് കേസെടുക്കുന്നതിന് മാത്രമുള്ള തെളിവുകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന തരത്തിലാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാൻ ED ഇനിയും തയ്യാറായിട്ടില്ല. എന്തായാലും 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല തീർത്ഥാടനത്തിന് ആദ്യ ദിവസങ്ങളിൽ 25,000 പേരെ അനുവദിക്കുമെന്ന് സർക്കാർ. പമ്പാ സ്നാനത്തിനും അനുമതി. നെയ്യഭിഷേകം മുൻവർഷത്തെ രീതിയിൽ നടക്കും. വെർച്വൽ ക്യൂ തുടരാനും തീരുമാനം. VA ഗിരീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഈ കോവിഡ് സാഹചര്യം അല്പം ഭേദപ്പെട്ടിട്ടുണ്ട്, രോഗബാധിതരുടെ എണ്ണം കുറയുന്നുണ്ട്. ആ സാഹചര്യത്തിലാണോ കുറച്ചുകൂടി ഇളവുകൾ നൽകുന്നത്, 25,000 പേരെ അടക്കം അനുവദിക്കാനുള്ള തീരുമാനം വരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദേവസ്വം ബോർഡ് ചില ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. ഇത്തരത്തിൽ തീർത്ഥാടന കാലയളവിൽ കൂടുതൽ ഭക്തരെ ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ ആവശ്യം. കാരണം ദേവസ്വം ബോർഡിന്റെ വരുമാനം നിശ്ചലമായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തരെ ഉൾപ്പെടുത്തണം എന്ന ദേവസ്വം ബോർഡിന്റെ ആവശ്യം ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ 25,000 പേരെ അനുവദിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ പമ്പാ സ്നാനത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പമ്പാ സ്നാനത്തിന് അനുമതി നൽകി. ഇതെല്ലാം ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. കാരണം 2 ഡോസ് വാക്സിൻ എടുത്തവരോ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവരെ മാത്രമേ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ. വെർച്വൽ ക്യൂ തുടരാനും അതോടൊപ്പം തന്നെ ഇതിന്റെ ബുക്കിംഗ് കൂട്ടാനും തീരുമാനമായിട്ടുണ്ട്. നെയ്യഭിഷേകം മുൻവർഷത്തെ രീതിയിൽ തന്നെ നടക്കും. അതായത് നെയ്യ് അവിടെ ശബരിമലയിൽ നൽകുക, അതോടൊപ്പം തന്നെ ശബരിമലയിൽ നേരത്തെ ആടിയ ശിഷ്ടം നെയ്യ് അവിടുന്ന് ഭക്തർക്ക് നൽകുക, ഈ ഒരു രീതിയായിരിക്കും തുടരുക. അതോടൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നിമി. ശരി, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
വനാതിർത്തികളിലെ വന്യമൃഗ ആക്രമണം പ്രതിരോധിക്കാൻ വിശാലമായ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ആഗോള ദേശീയ വിദഗ്ധരെ കൊണ്ടുവന്ന് കേരളത്തിനായി പ്ലാൻ തയ്യാറാക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം മന്ത്രി അംഗീകരിച്ചു. വനാതിർത്തികളിലുള്ള മണ്ഡലങ്ങളിലെ MLA-മാരുമായി ചർച്ച നടത്തിയിട്ടും പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉയർന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ജീവന് ഭീഷണി ഉയർത്തുകയും കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് സണ്ണി ജോസഫ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. വന്യജീവി ആക്രമണത്തിന് നഷ്ടപരിഹാരം മോട്ടോർ വാഹന ക്ലെയിം രീതിയിൽ നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിം ട്രിബ്യൂണൽ പോലെ പ്രായം, തൊഴില്, ജീവിതത്തിന്റെ ആയുസ് ഇതെല്ലാം നോക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണം. മുഖ്യമന്ത്രി ധനം വകുപ്പുകളുടെ യോഗം വിളിക്കണം. ഇത് സഭ നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യണം സാർ. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഇരുതല മൂർച്ചയുള്ള വാളാണെന്നായിരുന്നു മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിഹാരം സർക്കാരിന് മുന്നിലില്ലെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. മനുഷ്യജീവനും വന്യജീവി സംരക്ഷണവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഇത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. വെടിവെക്കൽ ഒരു ശാശ്വത പരിഹാരമല്ല. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതുമല്ല. നമുക്ക് ശാശ്വത പരിഹാരമാണ് വേണ്ടത്. എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേകമായിട്ടുള്ള പ്ലാൻ, ശരിക്കും ഇതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ വേണം. പല രീതിയിലേ ഇതിനെ നേരിടാൻ പാടുള്ളൂ. ലൈസൻസ് ഉള്ള എല്ലാവർക്കും അവർ റിപ്പോർട്ട് ചെയ്ത് വെടിവെക്കുന്നതും വെടിവെച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. വനത്തിനുള്ളിൽ നിന്നും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും യൂക്കാലി, അക്വേഷ്യ തോട്ടങ്ങൾ വെട്ടിമാറ്റി ഫലവൃക്ഷങ്ങൾ നടണമെന്നും കർഷകർക്ക് സ്പെഷ്യൽ ഇൻഷുറൻസ് സ്കീം ഉണ്ടാക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം ഇറങ്ങിപ്പോയില്ല. 24 തിരുവനന്തപുരം. ബംഗളൂരുവിൽ ഇൻകം ടാക്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന റെയ്ഡ് തുടരുന്നു. 50 വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ PA ഉമേഷിന്റെ വീട്ടിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്. PV അൻവറിന്റെ മണ്ഡലത്തിലെയും നിയമസഭയിലെയും അസാന്നിധ്യം ചർച്ചയാക്കിയ പ്രതിപക്ഷത്തിന് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. PV അൻവർ നിലമ്പൂരിൽ ജയിച്ചത് പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഹാജരാവാത്തത് സംബന്ധിച്ച കാര്യങ്ങൾ PV അൻവർ വിശദീകരിച്ചിട്ടുണ്ട്. ഹാജരാകാനായില്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് നിയമസഭയാണ്. കോൺഗ്രസ് ഉന്നയിക്കുന്നത് അവരുടെ രാഷ്ട്രീയ താൽപര്യമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. അല്ല, പ്രതിപക്ഷ നേതാവിന് ആ നിലമ്പൂരിൽ അൻവർ ജയിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അത്തരം കുറച്ച് കാര്യങ്ങളുണ്ടാവും. അദ്ദേഹം ഹാജരാവാത്തത് സംബന്ധിച്ച് MLA വിശദീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും MLAക്ക് എന്തെങ്കിലും കാരണവശാൽ ഹാജരാവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിയമസഭയാണ്, സ്പീക്കറെയാണ് അറിയിക്കേണ്ടത്. അതിനനുസരിച്ച് തീരുമാനം എടുക്കേണ്ടതും നിയമസഭയും സ്പീക്കറുമാണ്. ഇത് മറ്റേ തരത്തിൽ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി. രാജ്യത്തെ കോവിഡ് കണക്കുകളിലേക്കാണ്. രാജ്യത്ത് 22,431 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 24,602 പേർ രോഗമുക്തി നേടി. 24 മണിക്കൂറിനിടെ 318 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 4,49,856 ഇതുവരെ 93.94 കോടി വാക്സിൻ ഡോസുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 64 കോടിയിലധികം ഡോസുകൾ ഇപ്പോഴും സംസ്ഥാനങ്ങളിൽ ബാക്കിയുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിയമസഭയിൽ അംഗങ്ങൾ ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തതിനെ വീണ്ടും വിമർശിച്ച് സ്പീക്കർ MP രാജേഷ്. മാസ്ക് ധരിക്കണമെന്ന് എന്നും ആവർത്തിച്ച് പറയേണ്ട അവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മറക്കരുത്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ലെന്നും സ്പീക്കർ പറഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോഴായിരുന്നു സ്പീക്കറുടെ വിമർശനം. ഈ സഭയിൽ മാസ്ക് ധരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാസ്ക് ധരിക്കണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ചെയറിൽ നിന്ന് പറയേണ്ട സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പല ബഹുമാനപ്പെട്ട അംഗങ്ങളും അത് ലംഘിക്കുന്നതും പതിവായി മാറിയിരിക്കുന്നു. മുമ്പൊരിക്കൽ പറഞ്ഞതാണ് ഇത് ജനങ്ങളാകെ കാണുന്നുണ്ട് എന്നത്. മാസ്ക് ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല, ജനങ്ങളുടെ ആകെ ആരോഗ്യത്തിൻ്റെ കൂടി പ്രശ്നമാണ്. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളുന്ന വില. സവാള, ക്യാരറ്റ്,
തക്കാളി, മുരിങ്ങയ്ക്ക എന്നിവയ്ക്ക് ഇരട്ടിയോളം വില വർദ്ധിച്ചു. ഇന്ധന പാചകവാതക വില വർധനയ്ക്ക് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിക്കുന്നത് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ കിലോയ്ക്ക് 39 രൂപ വിലയുള്ള സവാള ചില്ലറ വിൽപ്പനയ്ക്കായി കടകളിലെത്തുമ്പോൾ വില 50 രൂപ. കൊച്ചി മാർക്കറ്റിൽ കഴിഞ്ഞ മാസം 1 കിലോ സവാളയുടെ വില 25, ഇന്നത്തെ വില 50. തക്കാളിയുടെ വിലയും 30 നിന്ന് 60 കുതിച്ചു. ക്യാരറ്റിനും മുരിങ്ങയ്ക്കും വില ഇരട്ടിയായി. 2 ആഴ്ച കൊണ്ടാണ് വില കുത്തനെ ഉയർന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് കൂടിയേക്കുന്നത് തക്കാളി, സവോള, ക്യാരറ്റ്, മുരിങ്ങക്ക. അതിൻ്റെ ഒരു ശരാശരി ഒരു 30% 40% വർധന വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും വർഷാവസാനം ഉള്ളിവില 100 കടന്നിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും പ്രതികൂല കാലാവസ്ഥയും വില കൂടാൻ കാരണമായി. ഇപ്പോൾ ഇങ്ങനെ കയറിയും കുറഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ മഴയൊക്കെ ആയിട്ട് മഹാരാഷ്ട്രയിൽ നിന്നാണല്ലോ ഉള്ളി വരുന്നത്. ഇപ്പോൾ 2 ഐറ്റം ഉള്ളിയുണ്ട്, റോസുണ്ട്, പിന്നെ നമ്മളെ പഴയ ഉള്ളിയുണ്ട്, വെള്ളുള്ളി. അപ്പോൾ കർഷകരുടെ സമരവും പിന്നെ ഇവിടെ കുറച്ചൊരു ഹോട്ടലുകളൊക്കെ തുറന്നതിൻ്റെ കാരണം കൊണ്ട് ചെറിയൊരു മാറ്റമുണ്ട്. മറ്റ് പച്ചക്കറികൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വില വർദ്ധിച്ചുവെന്ന് വ്യാപാരികൾ പറയുന്നു. തക്കാളിക്ക് 33 രൂപ ലൂസ് തക്കാളിക്ക്, 30 രൂപ, 15, 13, 16 രൂപ ഉണ്ടായതാണ്. അതേമാതിരി ബോൾ തക്കാളിക്ക് 55 രൂപയും മുരിങ്ങക്കായ്ക്ക് 50 രൂപയും. ഒരു 3-5 സ്ഥലത്ത് പെട്ടെന്ന് ഈ ഒരാഴ്ച കാലയളവിൽ വില കൂടിയിട്ടുണ്ട്. വില നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം. 24 കൊച്ചി, കോഴിക്കോട്. കൊച്ചി, കോഴിക്കോട് ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. പെട്രോൾ വിലയിൽ 30 പൈസയും ഡീസൽ വിലയിൽ 37 പൈസയും കൂട്ടി. കൊച്ചിയിൽ ഇന്ന് പെട്രോൾ ലിറ്ററിന് 103 രൂപ 55 പൈസയും ഡീസൽ ലിറ്ററിന് 96 രൂപ 90 പൈസയും വില. തിരുവനന്തപുരത്ത് പെട്രോളിന് 105 രൂപ 48 പൈസയും ഡീസലിന് 97 രൂപ 5 പൈസയുമാണ്. കോഴിക്കോട് പെട്രോളിന് 103 രൂപ 72 പൈസയും ഡീസലിന് 97 രൂപ 5 പൈസയുമാണ് ഇന്നത്തെ വില. ഇന്ധനവിലയിൽ ഇന്നലെയും വർധനവുണ്ടായിരുന്നു. പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് ഇന്നലെ സംസ്ഥാനത്ത് വർദ്ധിച്ചത്. 2 ആഴ്ചക്കിടെ പെട്രോളിന് 2 രൂപ 70 പൈസയും ഡീസലിന് 3 രൂപ 60 പൈസയും കൂട്ടി. അതേസമയം രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $82 നിന്നും $80 താഴ്ന്നത്. പേരാവൂർ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയിലെ വിവാദ ചിട്ടി നടത്തിപ്പ് സഹകരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചെന്ന രേഖകൾ 2017-18 ഓഡിറ്റ് റിപ്പോർട്ടിൽ ചിട്ടി അവസാനിപ്പിക്കാൻ സഹകരണ സംഘത്തിന് വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. നിയമവിരുദ്ധ നിക്ഷേപ പദ്ധതികൾ സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുമെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 2017 പേരാവൂർ സഹകരണ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി ധനതരംഗ എന്ന പേരിൽ ചിട്ടി ആരംഭിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ 800-ൽ പരം ആളുകളെ നിക്ഷേപകരാക്കി. മാസം 2000 രൂപ തവണ വ്യവസ്ഥയിലുള്ള ചിട്ടിയിൽ നറുക്ക് കിട്ടിയവർ പിന്നെ തുക അടയ്ക്കേണ്ട. എന്നാൽ ഇത്തരം ചിട്ടികൾക്ക് സഹകരണ വകുപ്പ് അനുമതി നൽകിയിട്ടില്ല. പലതവണ ചിട്ടി നിർത്താൻ ആവശ്യപ്പെട്ട സൊസൈറ്റി സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവർക്ക് നോട്ടീസും നൽകി. സൊസൈറ്റി പക്ഷേ മറുപടി നൽകിയില്ല. 2017-18 കാലത്തെ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിംഗിൽ ചിട്ടി നിർത്താനും പിരിച്ചെടുത്ത തുക തിരികെ നൽകാനും നിർദ്ദേശം നൽകിയിരുന്നു. നിയമവിരുദ്ധ ചിട്ടി വകുപ്പിനെ വെല്ലുവിളിച്ച് നടത്തിക്കൊണ്ടുപോകുന്നത് ചട്ടലംഘനമാണെന്നും റിപ്പോർട്ടിലുണ്ട്. നിലവിൽ 1,70,00,000-ൽ പരം രൂപ ചിട്ടി ഇനത്തിൽ മാത്രം ബാധ്യതയുള്ള സൊസൈറ്റിയിൽ തുക വകമാറ്റി ചെലവഴിച്ചെന്ന കണ്ടെത്തലും സഹകരണ വകുപ്പ് ഓഡിറ്റിംഗിലുണ്ട്. പിരിഞ്ഞു കിട്ടിയ തുക വകമാറ്റി ചെലവഴിച്ച ജീവനക്കാർക്ക് ശമ്പളം നൽകരുതെന്ന 2013 സഹകരണ വകുപ്പ് സർക്കുലറും സംഘത്തിന്റെ മുതൽ സൂക്ഷിക്കാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭരണസമിതിക്കായിരിക്കുമെന്ന റിപ്പോർട്ടിലെ പരാമർശവും തള്ളിക്കളഞ്ഞാണ് സംഘം പ്രവർത്തിച്ചത്. ഈ മാസം 15-നകം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർക്ക് പരിശോധനാ റിപ്പോർട്ട് നൽകും. തുടർന്ന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് വകുപ്പ് കടക്കും. ദീപക് മലയമ്മ, 24, കണ്ണൂർ. തിരുവനന്തപുരം നഗരസഭാ നികുതി തട്ടിപ്പിലും SC/ST ഫണ്ട് അഴിമതിയിലും സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുന്നിൽ UDF സത്യഗ്രഹ സമരം നടത്തി. മനുഷ്യത്വമുള്ളവർ സാധാരണക്കാരുടെ ഫണ്ട് തട്ടിക്കില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള BJP കൗൺസിലർമാരുടെ സമരം 9ാം ദിവസം കടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും സമരവുമായി മുന്നോട്ടു പോകാനാണ് BJP തീരുമാനം. ഇന്ന് വൈകിട്ട് ചേരുന്ന കോർപ്പറേഷൻ കൗൺസിലിലും നികുതി തട്ടിപ്പ് വിഷയം ചർച്ചയാകും.
തിരുവനന്തപുരം നഗരസഭാ നികുതി തട്ടിപ്പിൽ ഇരയായി കൗൺസിലറും പൊന്നുമംഗലം വാർഡിലെ BJP കൗൺസിലറായ MR ഗോപന് കുടിശ്ശികയടക്കം അടച്ച 20,820 രൂപയുടെ കരത്തിനാണ് കോർപ്പറേഷനിൽ രേഖകളില്ലാത്തത്. നേമം സോണൽ ഓഫീസിലാണ് പ്രതിപക്ഷ കക്ഷി നേതാവ് കൂടിയായ MR ഗോപൻ കുടിശ്ശികയായി ഉണ്ടായിരുന്ന 20,820 രൂപ അടച്ചു തീർത്തത്. കരമടയ്ക്കുമ്പോൾ ലഭിക്കുന്ന രസീതും കൈപ്പറ്റി. എന്നാൽ നികുതി തട്ടിപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് സഞ്ജയ പോർട്ടലിൽ രസീത് നമ്പർ വെച്ച് പരിശോധിച്ചപ്പോഴാണ് സൈറ്റിൽ കരമടച്ചതിന്റെ രേഖയില്ലെന്ന് കണ്ടെത്തിയത്. റെസിപ്റ്റ് ഇല്ലാതെ വരുന്നവർക്കും പൈസ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവർ ഇരുട്ടിൽ തപ്പുകയാണ്. ഇപ്പോൾ റെസിപ്റ്റുള്ള ഏകദേശം 20,800 സംതിങ് രൂപ അടച്ചിട്ടുള്ള എനിക്ക് പോലും അത് എവിടെ എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് സോഫ്റ്റ്വെയറിലില്ല. കമ്പ്യൂട്ടർ പരിശോധിച്ചാൽ അങ്ങനെ ഒരു തുക കാണുന്നില്ല. പിന്നെ ഈ തുകയൊന്നും ഒരു രേഖയുമില്ലാതെ വരുന്ന ആളുകൾക്ക് രൂപ കൊടുക്കുമെന്ന് മേയർ പറയുന്നതിൽ എന്താണ് പ്രസക്തി? ഇത്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് എല്ലാ സോണൽ ഓഫീസ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് MR ഗോപൻ കുടിശ്ശികയായി ഉണ്ടായിരുന്ന കരം അടച്ചു തീർത്തത്. ജനങ്ങളുടെ പണം നഷ്ടമായിട്ടില്ലെന്ന് കോർപ്പറേഷൻ ആവർത്തിക്കുമ്പോഴും ദിനംപ്രതി പരാതിയുമായി എത്തുന്നത് നിരവധി പേരാണ്. 24 തിരുവനന്തപുരം. മോൻസൺ മാവുങ്കലും തൃശൂരിലെ വ്യവസായി അബ്ദുൽ ഖാദറും ചേർന്ന് ഇടുക്കിയിലെ ശാന്തൻപാറയിൽ തോട്ടം തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണം. മുൻ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായ ജോൺ ജോസഫിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്ലാന്റേഷന്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് അബ്ദുൽ ഖാദർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിനിടയിലാണ് മോൻസനും അബ്ദുൽ ഖാദറിനുമെതിരെ ആരോപണം ഉയരുന്നത്. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ സ്വദേശി അബ്ദുൽ ഖാദർ തന്റെ ശാന്തൻപാറയിലെ എസ്റ്റേറ്റ് തട്ടിയെടുക്കാൻ മോൻസൺ മാവുങ്കൽ ശ്രമിച്ചതായി ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അബ്ദുൽ ഖാദറിന് ഇടുക്കിയിൽ ഭൂമിയില്ലെന്നും ഇയാളും മോൻസും ചേർന്ന മുൻ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായ ജോൺ ജോസഫിന്റെ AG പ്ലാന്റേഷൻ തട്ടിയെടുക്കാൻ ആസൂത്രണം ചെയ്തിരുന്നതായും നിലവിലെ തോട്ടം നടത്തിപ്പുകാർ പറയുന്നു. GI പ്ലാന്റേഷൻ എന്ന മുൻപ് KRV എന്നറിയപ്പെട്ടിരുന്ന GI പ്ലാന്റേഷൻ ഡോക്ടർ ജോൺ ജോസഫിന്റെ കയ്യിൽ തട്ടിയെടുക്കുന്നതിനുള്ള ഗൂഢാലോചനയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവനക്കാരി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഹൃദയം സൂക്ഷിപ്പുകാരി അബ്ദുൽ ഖാദറിന്റെ ഹൃദയം സൂക്ഷിപ്പുകാരിയാണ് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് തോട്ടം വിൽക്കാൻ ജോൺ ജോസഫ് തീരുമാനിച്ചത്. തുടർന്ന് അബ്ദുൽ ഖാദർ തോട്ടം വാങ്ങാൻ അഡ്വാൻസ് നൽകി. ബാക്കി തുകയ്ക്ക് ചെക്കും. എന്നാൽ പിന്നീട് ചെക്ക് മടങ്ങി. ഇതോടെയാണ് ജോൺ ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനിടയിൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലത്തിൽ അബ്ദുൽ ഖാദർ തോട്ടം കൈയടക്കി. എന്നാൽ 2019 തോട്ടത്തിന്റെ പൂർണ്ണാവകാശം ജോൺ ജോസഫിനാണെന്ന് കോടതി വിധിച്ചു. ഇതോടെ അബ്ദുൽ ഖാദർ പുറത്തായി. ഇയാൾക്കെതിരെ സഹോദരി ഭർത്താവും സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ശാന്തൻപാറ വില്ലേജിൽ ഒരു എസ്റ്റേറ്റ് കിട്ടാനുണ്ടെന്നും അതിലേക്ക് സാമ്പത്തികമായിട്ട് മുതൽ മുടക്കുകയാണെങ്കിൽ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 കോടി രൂപ കൈപ്പറ്റുകയും ശേഷം ഞാൻ അതിൻ്റെ രേഖകളും മറ്റും ആവശ്യപ്പെട്ടപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നു. നിലവിൽ പ്ലാന്റേഷന്റെ നടത്തിപ്പ് ചുമതല മുംബൈ ആസ്ഥാനമായ ഒരു സ്വകാര്യ ബാങ്കിനാണ്. 45 കോടിയോളമാണ് ബാധ്യത. പ്ലാന്റേഷനിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്കുൾപ്പെടെ ശമ്പള ഇനത്തിൽ ലഭിക്കാനുള്ളത് ലക്ഷങ്ങളാണ്. 24 ഇടുക്കി. ഇതോടെ 24 വാർത്ത പൂർണ്ണമാവുകയാണ്.